ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്നത്തെ ദൈവശബ്ദം നിങ്ങൾക്കായി. നിങ്ങളുടെ മുറിവുകളെ അവൻ കെട്ടും തീർച്ച. സങ്കീർത്തനം 147:3. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതങ്ങളെ സൗഖ്യമാക്കുകയും പുതുക്കി പണിയുകയും ചെയ്യുന്ന ശക്തമായ പ്രഖ്യാപനമാണിത്. മനത്തകർച്ചയുടെയും മുറിവുകളുടെയും ഓർമ്മയാണ് ഈ വാക്യം. ഒപ്പം ദൈവം സൗഖ്യമാക്കുകയും പുതുക്കി പണിയുകയും ചെയ്യുന്നു എന്നുകൂടി നമ്മെ ഓർപ്പിക്കുന്നു. നാം എല്ലാവരും ഹൃദയത്തകർച്ച അനുഭവിച്ചിട്ടുള്ളവരാണ്, തലവേദന അനുഭവിച്ചിട്ടുള്ളവരാണ്, ഏതെങ്കിലും തരത്തിലുള്ള വേദന ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. നാം തകർന്നിരിക്കുന്നത് ചിലപ്പോൾ മുറിഞ്ഞ ബന്ധങ്ങൾ നിമിത്തമാകാം, അത്യധികം സ്നേഹിക്കുന്നവരുടെ വേർപാടാകാം, വളരെ കൈപ്പേറിയ അനുഭവങ്ങളാകാം, പ്രതികൂലങ്ങളാകാം. നമ്മുടെ മുറിവ് വികാരപരമാകാം, ശാരീരികമാകാം, ആത്മീയമാകാം. എന്നാൽ എല്ലാത്തരം മുറിവുകളെയും കെട്ടുന്നവനാണ് ദൈവം. തകർച്ചയ്ക്ക് സൗഖ്യവും പുതുക്കവും കൊണ്ടുവരുന്ന ദൈവമാണ്. നമ്മുടെ തകർച്ചയിൽ നാം തനി അല്ല എന്ന് ഓർപ്പിക്കുന്ന ഒരു വാക്യമാണിത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ മുറിവുകളെ സൗഖ്യമാക്കുന്നവനും ആണ്. ദൈവം തരുന്ന സൗഖ്യം കേവലം താൽക്കാലികവും ഉപരിതലത്തിൽ മാത്രമുള്ളതുമല്ല. മുറിവുകളെ കെട്ടുന്നു എന്ന് പറഞ്ഞാൽ സമ്പൂർണവും നിലനിൽക്കുന്നതുമായ സൗഖ്യം തരുന്നു എന്നാണ്. മുറിവുകളെ മറക്കുന്ന സൗഖ്യമല്ല, സൗഖ്യമാക്കുന്നതിൻ്റെ എബ്രായ പദം റാഫയാണ്. നന്നാക്കുക, പുതുക്കി പണിയുക, മുഴുവനായി ഉണ്ടാക്കുക എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അത് പുനഃസ്ഥാപിക്കലും പരിവർത്തനവുമാണ്. അവൻ ഉന്നതനും ഉയരങ്ങളിൽ വസിക്കുന്നവനെങ്കിലും താഴ്മയുള്ളവരോടുകൂടെ അവരെ സൗഖ്യമാക്കുവാനും മുറിവുകളെ കെട്ടുവാനും അവരുടെ കൂടെ വസിക്കുന്നവനാണ്. ദൈവം നമ്മെ സൗഖ്യമാക്കും, സമ്പൂർണരാക്കും, പുനഃസ്ഥാപിക്കും, പുതുക്കി പണിയും. ധാരാളമായി ദൈവ അനുഗ്രഹം നമ്മളുടെ മേലുണ്ടാകും. ആമേൻ.